ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കേരളത്തില് പട്ടിണി കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു 2025 നവംബർ 1 മുതൽ കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ ഡെഫിനിഷനും നിർവചനവും ഒന്നും ചോദിച്ചു കളയരുത്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കരുത്. അത് ചോദിച്ചുകൊണ്ട് കത്തെഴുതി പോലും കുറച്ച് ബുദ്ധിജീവികൾ, അത്തരം ബുദ്ധിജീവികളിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും പലർക്കും ഈ പ്രഖ്യാപനം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ അതിദാരിദ്ര്യമുക്തമായതിൽ അസൂയ കൊണ്ട് ചിലർ വിറളി കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ ബുദ്ധിജീവികൾ തൊട്ട് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ വരെയുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും പുതിയ വിവരങ്ങളും വിശകലനങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ സ്പേസ് മലയാളം എത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ അസൂയ കൊണ്ടവരാരൊക്കെയാണെന്ന് നോക്കണ്ടേ. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അസൂയ കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇതൊരു വലിയ മഹാസംഭവമാണ്. ലോകത്തിലെ തന്നെ പല രാജ്യങ്ങൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു വലിയ അച്ചീവ്മെന്റ്. ഇന്ത്യയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ലോകത്തിൽ തന്നെ ഇത് വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഇത് മഹാത്ഭുതമാകുമല്ലോ. മറ്റൊരു നാടിനും സാധിച്ചിട്ടില്ല. കേരളം ഒരു കൊച്ചു നാട്, അതിനൊരു പാരമ്പര്യമുണ്ട്, അതിനൊരു ഇടതുപക്ഷ പാരമ്പര്യമുണ്ട്. നമ്മുടെ കോൺഗ്രസ്സുകാരടക്കം കേട്ടോ, അവരൊക്കെ വലതുപക്ഷമാണെന്ന് പലരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അവരാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇന്ന് പഴയ ഇടതുപക്ഷമൊക്കെ ഇപ്പം ഇന്ന് വലിയ വലതുപക്ഷമായി എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അസൂയാലുക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ. അവരെ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആ സ്ത്രീ? കണ്ടില്ല ഇന്നത്തെ പത്രവാർത്ത? ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് കേരളം അതിദാരിദ്ര്യമുക്തമായതിൽ സങ്കടപ്പെടുന്ന വ്യക്തിയും അസൂയപ്പെടുന്ന വ്യക്തിയും എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായോ? ഇന്നത്തെ ദിവസം നോക്കിയിട്ട് തന്നെ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു പട്ടിണി കിടന്ന ഒരു സ്ത്രീ മരിച്ചു എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ ഇതങ്ങ് പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തു നിന്ന പോലെ. കണ്ടോ എന്തൊരു കഷ്ടമാണ്. പട്ടിണി കൊണ്ട് കിടന്ന ഒരു സ്ത്രീ ഉള്ള നാട്ടിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും സതീശൻ സാറ് പറയുന്നതിൽ ചില കാര്യങ്ങളില്ലേ? അങ്ങനെ പട്ടിണി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിദാരിദ്ര്യം മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വൃദ്ധയായ സ്ത്രീ, അതും ഷെഡിലെങ്ങാനോ കിടന്ന് മരണപ്പെടുവോ? ഇത് നമ്മൾ ആലോചിക്കണ്ടേ? ഇത് നമ്മൾ പ്രതികരിക്കണ്ടേ? ബുദ്ധിജീവികൾ ഒന്നടങ്കം എഴുന്നേൽക്കൂ. അപ്പോൾ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വെറുതെ അങ്ങ് ഒരു നിയമസഭ വിളിച്ചു കൂട്ടി അങ്ങ് അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചാൽ തീരുവോ ഇവിടുത്തെ ദാരിദ്ര്യം? അപ്പോൾ അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അത് അസൂയ കൊണ്ടാണെന്നാണ് പിണറായി സാറും സംഘവും പറയുന്നത്. അല്ല, അസൂയ മൂത്തിട്ട് ഇദ്ദേഹം ചെയ്തത് എന്താണെന്നും കൂടെ കാണണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. സർ, പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ്. അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനയുടെ കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. അപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാണിച്ചു കൂട്ടിയത് കണ്ടോ?
അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനം കേട്ടുകൊണ്ട് ഈ സഭയിലിരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഈ മഹാവിഡ്ഢിത്വം തട്ടിപ്പ് പ്രഖ്യാപനവും കേട്ട് ഈ സഭയിൽ കേട്ടിരിക്കാൻ പറ്റില്ല സർ. അതുകൊണ്ട് ഞങ്ങൾ ഈ സഭയെ ബഹിഷ്കരിക്കുകയാണ്. പിന്നെ എന്തിനാണ് വന്ന് എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല കേട്ടോ ഈ പ്രഖ്യാപനത്തിൽ അസൂയുള്ളത്, വേറെ ചിലർക്ക് കൂടിയുണ്ട്. എല്ലാത്തിൻ്റെയും പുറകിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പിണറായി എങ്ങാനും സ്കോർ ചെയ്യുകയോ അടിച്ചു മിന്നിക്കുകയോ എന്നുള്ള വ്യാകുലതയാണ്. അല്ലാതെ ഈ 64,000 പേര് ദാരിദ്ര്യമില്ലാതായെന്നോ, അവർക്ക് കുറച്ച് കാശ് കിട്ടിയെന്നോ, അവർക്കൊരു വീട് കിട്ടിയെന്നോ, അവർക്കൊരു റേഷൻ കാർഡ് കിട്ടിയെന്നോ, അവർക്ക് ആധാർ കാർഡ് കിട്ടിയെന്നോ, അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ സൗകര്യങ്ങൾ കിട്ടിയോ, അതൊന്നുമല്ല അവരുടെ പ്രശ്നം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എന്തായാലും അത്തരത്തിലുള്ള 2 പേര് കൂടി ഉണ്ട്. അതിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമുക്ക് ചേർക്കാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം കുറച്ച് പക്വമായി പറഞ്ഞു, ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാകും, അത് നമുക്ക് റേഷനരി കിട്ടുന്നത് നിന്നു പോകുമെന്നുള്ളതാണ്. കാരണം ഇവിടെ ദാരിദ്ര്യമില്ലെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഈ ദാരിദ്ര്യമുള്ളവർക്ക് കിട്ടുന്ന കുറച്ച് റേഷനരിയുണ്ട് ഫ്രീ ആയി കിട്ടുന്നത്, അതവരവിടെ നിർത്തും. ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുകയാണ്. കാരണം അടുത്ത നിമിഷം നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലല്ലോ, അതുകൊണ്ട് ഈ അരിയുടെ ആവശ്യമില്ല, ഇനി അത് തരാൻ പോകുന്നില്ല. അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളം പല കാര്യങ്ങളിലും മുന്നിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ പലതിനും കേന്ദ്ര പദ്ധതികളൊന്നും തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ ഇടതുപക്ഷം തന്നെ ഉയർത്തുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് റേഷനരി വേണം എന്ന് ഇനി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ചോദ്യം. ആ ചോദ്യം പ്രസക്തമാണ് കേട്ടോ. ഇനി മറ്റേ അദ്ദേഹം അത് നിങ്ങൾ തന്നെ കേട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞാൽ മതി. കേരളത്തിന് പല ആനുകൂല്യങ്ങളും ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളൊക്കെ അത് ശരിയല്ല, കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും വെച്ച് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ റേഷൻ വിതരണം അതുപോലുള്ള പല സംഗതികളും പല ഘട്ടത്തിൽ ഇവിടെ ചാലഞ്ച് ആയിട്ടുണ്ട്. കാരണം എന്താ, കേന്ദ്രം പറയുന്നത് കേരളത്തിന് ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന ആ ഒരു സമീപനമാണ്. അപ്പോഴാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നമ്മൾ വളരെ ഉഷാറാണ്, സമ്പന്നമാണ്, നമ്മളൊരു സമ്പന്ന സ്റ്റേറ്റായി കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി ഇവർ വരുന്നത്. എന്തൊരു അപകടമാണ്! വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും, യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല. ഇതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. അതാണ് അപകടം. കേരളം ചെയ്ത അപകടത്തെ പറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വെക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇതിൽ പെടുത്താൻ പാടില്ല എന്നുള്ളത്. അത് നമുക്കൊന്ന് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അദ്ദേഹം പറയുന്ന ഈ അപകടത്തിൽ ചെന്ന് കേരളം ചാടുമോ എന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ശ്രോതാക്കൾ തന്നെ വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കട്ടെ, കേട്ടു നോക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. കിടന്ന് മരിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് 35 കിലോ അരി സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ്. 1 രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിനില്ല. മറ്റുള്ള എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും മോദി സർക്കാരാണ് കൊടുക്കുന്നത്. ശൗചാലയങ്ങൾ പണിയുന്നത് കേന്ദ്ര സർക്കാരാണ്, വീട് വെക്കാനുള്ള സഹായം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്, ജൽജീവൻ മിഷൻ കുടിവെള്ളത്തിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരാണ്.